നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി ഉൾനാടൻ മേഖലകളിൽ ഉപജീവനാർത്ഥം മത്സ്യബന്ധനം നടത്തിയ മത്സ്യകർഷകർക്ക് ഫൈബർ ചെറുവള്ളങ്ങൾ വാങ്ങി നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അങ്കമാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അങ്കമാലി മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചാലക്കുടി നഗരസഭ കുടുംബശ്രീ CDS ചലനം പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാമ്പത്തിക വികസന ഉപസമിതി അംഗങ്ങളുടെ സംഗമം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സബ് ട്രഷറിക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാനത്ത് വീണ്ടും കുറഞ്ഞ സ്വർണ്ണവില 75,000-ൽ താഴെയെത്തി. കഴിഞ്ഞ 78 വർഷമായി പോട്ടയിൽ പ്രവർത്തിച്ചു വരുന്ന പോട്ട ഗ്രാമീണ വായനശാല ഡിജിറ്റലൈസ് ചെയ്ത് നവീകരിച്ച് പുതിയ വായനമുറിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 15-ന്. വാർത്തകൾ വിശദമായി. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി ഉൾനാടൻ മേഖലകളിൽ ഉപജീവനാർത്ഥം മത്സ്യബന്ധനം നടത്തിയ മത്സ്യകർഷകർക്ക് ഫൈബർ ചെറുവള്ളങ്ങൾ വാങ്ങി നൽകി. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് കൊരട്ടി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 1.50 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് ചെലവഴിച്ചത്. കൊരട്ടി പഞ്ചായത്തിലെ മത്സ്യകർഷകൻ ജോർജ് തെക്കിനിയത്ത്, ബേബി മുക്രാപ്പിള്ളി, ബൈജു PC പുളിക്കൻ, ജിമ്മി കരേടൻ, വർഗീസ് പാറേക്കാടൻ എന്നിവർക്ക് 30,000 രൂപ ചെലവ് വരുന്ന ഫൈബർ വള്ളങ്ങൾ കൈമാറി. മത്സ്യബന്ധന ക്ഷേമനിധി അംഗത്വവും ലൈസൻസും ഉള്ളവർക്കാണ് വള്ളം കൈമാറിയത്. 3 പേർക്ക് കയറി മത്സ്യബന്ധനം നടത്താവുന്ന വിധമാണ് വള്ളം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഫൈബർ വള്ളങ്ങളുടെ കൈമാറ്റ ഉദ്ഘാടനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, നൈനു റിച്ചു, പഞ്ചായത്ത് അംഗങ്ങളായ JC പോൾ, PS സുമേഷ്, റെയ്മോൾ ജോസ്, ലിജോ ജോസ്, ഷിമ സുദീൻ, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത AS, മത്സ്യവികസന സ്റ്റോക്ക് വകുപ്പ് ഓഫീസർ ജിബിന MM, ജോർജ് TD എന്നിവർ പ്രസംഗിച്ചു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അങ്കമാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അങ്കമാലി മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അസോസിയേഷൻ ജില്ലാ ട്രഷറർ CK അനിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം KP നാദിർഷ അധ്യക്ഷത വഹിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പാർത്ഥസാരഥി സ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. അങ്കമാലി യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് കുമാർ, യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഷാഫി, പോൾ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക, വെളിച്ചെണ്ണ, തേങ്ങ, ബിരിയാണി അരി, പച്ചക്കറി മുതലായ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക, അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക, PCBയുടെ പേരിലുള്ള പീഡനം അവസാനിപ്പിക്കുക, നിബന്ധനകൾ ലഘൂകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ഒരു ഹോട്ടൽ ഉടമ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ വ്യവസായി, ഉടമ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഉടമയും തൊഴിലാളിയും ഉടമ തന്നെയാണ്. അതുകൊണ്ട് ഉടമ എന്നുള്ള വാക്കിനേക്കാളും നല്ലത് തൊഴിലാളി എന്ന് തന്നെയാണ്. ഞങ്ങൾ 4 മണിക്ക് ഏകദേശം ഒരു ഹോട്ടലിന്റെ കിച്ചണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ രാവിലത്തെ പ്രാഥമിക കാര്യങ്ങൾ ഒഴിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കിട്ടുന്ന ഒരു മണിക്കൂറാണ് ഈ 11 മണി കഴിഞ്ഞ് 12 മണി വരെ. അത് കഴിഞ്ഞ് ഉച്ചമണിന്റെ തിരക്കാണ്. പിന്നെ ഞങ്ങൾ പോകുന്നത് രാത്രി 12 മണിക്കാണ് കുടുംബത്തിൽ ചെല്ലുന്നത്. ഈ 8 മണിക്കൂർ സർക്കാർ നിയമം അനുസരിച്ച് പൂതൻകുറ്റി SNDP ശാഖയുടെ ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും നടത്തി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ഹരിഹരസുധൻ, ചേർത്തല രജി ശാന്തി, ജിതിൻ ശാന്തി, മണിശാന്തി എന്നിവർ കാർമ്മികരായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് PA ഗോപി, സെക്രട്ടറി VD മുരളീധരൻ, KA അജിത്, VD തുളസീധരൻ, വിഷ്ണു ബാബ, വിഷ്ണു സുബ്രൻ എന്നിവർ നേതൃത്വം നൽകി. तस्मै रुद्राय नमोऽस्तु तमुष्टुहि यस्तिष्ठुसुधन्वाय विश्वस्य क्षेदि भेषजस्य यक्षामहे सौमनसाय रुद्रं नमोभिर्देवमसुरं दुवस्य अयं मे हस्तो भगवान् अयं मे भगवत्तर अयं मे विश्वभेषजो अयं शिवाभिमर्शन एदे सहस्रमैदं पाशा मृत्यु शांताय शोकनाशाय संददम् अमृतेशाय रुद्राय अपमृत्युं विमोचये दीर्घायुः पुत्र संपत्ति धन संपत्ति सर्व आयुरारोग्य महादेव. നഗരസഭ ഉപാധ്യക്ഷയും മഹിളാ കോൺഗ്രസ് നേതാവുമായിരുന്ന ലിസി ടീച്ചറുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മഹിളാ കോൺഗ്രസ് അങ്കമാലി കാലടി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെമ്പാടും ഭരണകൂട ഭീകരത താണ്ഡവമാടുകയാണെന്നും അതിന് ഇരകളാവുന്നവരിലേറെയും സ്ത്രീകളാണെന്നും അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ആരോപിച്ചു. ഛത്തീസ്ഗഡിൽ കള്ളക്കേസിൽ കുടുക്കി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഒരു ഉദാഹരണം മാത്രമാണ്. ഇരകളോടും വേട്ടക്കാരോടുമൊപ്പം ഓടുന്ന നയമാണ് പിണറായി സർക്കാരിന്റേതെന്നും സ്ത്രീ പീഡനങ്ങളും ആത്മഹത്യകളും കേരളത്തിൽ പെരുകുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ടാണെന്നും അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ കുറ്റപ്പെടുത്തി. മഹിളാ കോൺഗ്രസ് അങ്കമാലി ബ്ലോക്ക് പ്രസിഡന്റ് ലാലി ആൻഡു അധ്യക്ഷത വഹിച്ചു. റോജി M. ജോൺ MLA മുഖ്യപ്രഭാഷണം നടത്തി. KPCC എക്സിക്യൂട്ടീവ് അംഗം PJ ജോയ്, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി, കാലടി ബ്ലോക്ക് പ്രസിഡന്റ് ബിജി സാജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രേസ്യ തങ്കച്ചൻ, നഗരസഭാ മുൻ ചെയർമാൻ മാത്യു തോമസ്, വൈസ് ചെയർപേഴ്സൺ സിനി മനോജ്, UDF നിയോജകമണ്ഡലം കൺവീനർ TM വർഗീസ്, പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV മുരളി, DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KB സാബു, മനോജ് മുല്ലശ്ശേരി, പൗലോസ് കല്ലറക്കൽ, അഡ്വക്കേറ്റ് KS ഷാജി, KK ജോഷി,
DKTF ജില്ലാ പ്രസിഡന്റ് കൊച്ചാപ്പു പുളിക്കൽ, INTUC റീജിയണൽ പ്രസിഡന്റ് ബാബു സാനി, മഹിളാ കോൺഗ്രസ് നേതാക്കളായ മേരി വർഗീസ്, ലിസി പോളി, മീര അവറാച്ചൻ, ലിസ തോമസ്, റീത്ത പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. അവസാന കാലങ്ങളിലാണ് സാധിച്ചിട്ടുള്ളത്. നമ്മളൊരു പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി ആ സമയത്തിന് മുമ്പ് തന്നെ തുടങ്ങണം എന്നുള്ള ഒരു കൃത്യനിഷ്ഠയോടുകൂടി എത്തുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ആ കൃത്യനിഷ്ഠ ടീച്ചറിനുണ്ടായിരുന്നു. കുടുംബത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും എല്ലാത്തിലും കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർപേഴ്സണായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ടീച്ചർ. ലിസി ടീച്ചർ കേവലം ഒരു മഹിളാ കോൺഗ്രസ് നേതാവ് മാത്രമായിരുന്നു. ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു അറിവായിരുന്നു. ലിസി ടീച്ചർ വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? വിമോചന സമരം എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൻ്റെ തങ്കത്താളുകളിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ഒരു വലിയ അധ്യായമായിരുന്നു. അത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും ഓർത്തു നോക്കണം. 57 ഗവൺമെന്റിനെതിരെ അതിശക്തമായ ജനരോഷം തെരുവുകളിലേക്ക് കടന്നു വന്നപ്പോൾ സ്ത്രീയെന്നോ കുട്ടികളെന്നോ പുരുഷന്മാരെന്നോ ജാതിയോ മതമോ പാർട്ടിയോ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒഴികെയുള്ള മുഴുവൻ പേരും, പുരോഹിതന്മാരും സമുദായ നേതാക്കന്മാരും അടക്കം മുഴുവൻ പേരും നടത്തിയ ഒരു വലിയ സമരത്തെയാണ് വിമോചന സമരം എന്ന് പറയുന്നത്. ആ സമരത്തിൽ പങ്കെടുത്ത ഒരാളായിരുന്നു ടീച്ചർ. ടീച്ചറിൻ്റെ അമ്മയോടൊപ്പം 4 വയസ്സുകാരിയായ പിൽക്കാലത്ത് നമ്മുടെ ടീച്ചറായ മഹിളാ കോൺഗ്രസിൻ്റെയും നേതാവായ ലിസി ടീച്ചർ പങ്കെടുത്തു. രാവിലെ തൊട്ട് വൈകിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തും. വൈകുന്നേരം ആകുമ്പോൾ കൊച്ചിനെ ജയിലടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചുവിടും. മുതിർന്നവരെയൊക്കെ ജയിലടയ്ക്കും. അന്ന് തുടങ്ങി നെഞ്ചേറ്റിയ കോൺഗ്രസ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ ഇഹലോകവാസം വെടിയുന്നതുവരെ, നിത്യഭവനത്തിലേക്ക് യാത്രയാകുന്നതുവരെ ടീച്ചർ നെഞ്ചോട് ചേർത്തു. ആ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്തതിൻ്റെ ബാക്കി പത്രമാണ് നമ്മളെല്ലാവരും എല്ലാം മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പിന്നീട് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഏത് പരിപാടി കേരളത്തിൽ എവിടെ വെച്ചാലും അവിടെയെല്ലാം ടീച്ചറിൻ്റെ ടീച്ചറിൻ്റെ ഒരു ടീമുമായിട്ട് അവിടെ വരുമായിരുന്നു. ഏറെ സന്തോഷമാണ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും അന്ന് കുറച്ച് പ്രായമായെന്ന് തോന്നുമായിരുന്നു. പക്ഷേ നമ്മളെക്കാൾ ഊർജ്ജസ്വലതയോടുകൂടി സംഘടനാ പ്രവർത്തനം നടത്തുന്ന നേതാവ് എന്ന നിലയിൽ ഒരുപാട് ഞങ്ങൾക്കൊക്കെ ഊർജം തന്നു. ലിസി ടീച്ചർ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് 3 വർഷമായി എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും ഇപ്പോഴും നല്ല ഓർമ്മകളായിട്ട് എല്ലാവരുടെയും മനസ്സുകളിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടേക്ക് ഈ ഓഫീസിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ ജോയിച്ചേട്ടൻ പറഞ്ഞതുപോലെ ടീച്ചർ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾ പലപ്പോഴും സംസാരിക്കും. നാളുകൾ, ആ ദിവസങ്ങളൊന്നും അല്ലെങ്കിൽ ആ ഓർമ്മകളൊന്നും നമുക്ക് ആർക്കും വിസ്മരിക്കാൻ സാധിക്കില്ല. അതിനേക്കാളൊക്കെ ഉപരിയായി ടീച്ചർ മഹിളാ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ടീച്ചർ ഇവിടെ ഒരുപക്ഷെ നേരത്തെ സംസാരിച്ച പലരും പല കാര്യങ്ങളും അനുസ്മരിച്ചിട്ടുണ്ടാവും. ടീച്ചർക്ക് ഏതാണ്ട് 25 വർഷത്തോളം ഒരു ബൂത്തിൽ തന്നെ കൃത്യമായി ബൂത്ത് ഏജന്റായി ഇരുന്ന് പ്രവർത്തിച്ചതിൻ്റെ റെക്കോർഡ് ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളാണ്. ഈ ബൂത്തിൽ ഇവിടെ ഇരിക്കുന്ന വനിതകളിൽ പല ആളുകളും പ്രവർത്തന രംഗത്ത് ജനപ്രതിനിധികളായിട്ടൊക്കെ നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരായി നിൽക്കുന്നവരാണ്. പക്ഷെ എത്ര പേര് ഇതിനകത്ത് ബൂത്ത് ഏജന്റായി ഉണ്ടുണ്ട്? മേരി ചേച്ചിയുണ്ട്, പല ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ അപൂർവം ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ അപൂർവം ആളുകളാണ്, ചുരുക്കം ആളുകളാണ് അത്തരത്തിൽ ബൂത്ത് ഏജന്റുമാരായി ബൂത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇരിക്കാൻ കഴിയുന്നവർ. അത് ആ വാർഡുമായി, ആ പ്രദേശവുമായി അതുപോലെ ആത്മബന്ധമുള്ള ആളുകൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ആ വാർഡിലുള്ള മുഴുവൻ വോട്ടർമാരെയും നേരിട്ട് അറിയുന്ന ഒരു വ്യക്തിക്കാണ്, ഒരു പാർട്ടി പ്രവർത്തകനാണ് അല്ലെങ്കിൽ പ്രവർത്തകയ്ക്കാണ് അത്തരത്തിൽ ബൂത്ത് ഏജന്റായിട്ടിരുന്ന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞത് ടീച്ചർ മറ്റ് പല പ്രവർത്തനങ്ങളും ജില്ലാ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും നമ്മുടെ നിയോജകമണ്ഡല അടിസ്ഥാനത്തിലും ഒക്കെ പ്രവർത്തനങ്ങൾ നടത്തി. സംസ്ഥാനത്ത് വീണ്ടും കുറഞ്ഞ് സ്വർണ്ണവില 75,000-ൽ താഴെയെത്തി.
പവന് 640 രൂപയാണ് കുറഞ്ഞത്. 74,360 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 80 രൂപയാണ് കുറഞ്ഞത്. 9,295 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. റെക്കോർഡുകൾ ഭേദിച്ചു കുതിച്ച സ്വർണ്ണവിലയിൽ ശനിയാഴ്ച മുതലാണ് ഇടിവ് രേഖപ്പെടുത്താൻ തുടങ്ങിയത്. വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ 75,760 രൂപയാണ് റെക്കോർഡ് ഉയരം. 3 ദിവസത്തിനിടെ പവന് 1,400 രൂപയാണ് കുറഞ്ഞത്. കഴിഞ്ഞ മാസം 23-ന് 75,000 കടന്ന് കുതിച്ച സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ താഴ്ന്ന കാഴ്ചയാണ് ദൃശ്യമായത്. 74,000-ൽ താഴെ പോയ സ്വർണ്ണവിലയാണ് പിന്നീട് കുതിച്ചുയർന്ന് പുതിയ ഉയരം കുറിച്ചത്. ഈ മാസം ആദ്യം 73,200 രൂപയായിരുന്നു സ്വർണ്ണവില. ഒരാഴ്ചയ്ക്കിടെ 2,500 രൂപയിലധികം വർദ്ധിച്ച ശേഷമാണ് ശനിയാഴ്ച മുതൽ കുറയാൻ തുടങ്ങിയത്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചതടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സബ് ട്രഷറിക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് MP ജോർജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് TM യോഹന്നാൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി MA നാരായണൻ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം PV രാധാമണി, ട്രഷറർ PN ജോർജ്, PA സുബ്രഹ്മണ്യൻ, KS വിജയകുമാർ, MP ജോൺ, ആന്റണി അവരേഷ്, PA ആന്റണി, രാമദാസ്, PA ദേവസിക്കുട്ടി, PL സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. PFRDA നിയമം പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, 12ാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, 2019 മുതലുള്ള ക്ഷാമാശ്വാസ കുടിശ്ശികകൾ അനുവദിക്കുക, മെഡിസെപ്പ് അപാകതകൾ പരിഹരിച്ച് കാര്യക്ഷമമായി നടപ്പാക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉടൻ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ധർണ. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് സർവീസ് പെൻഷൻകാർ പങ്കെടുത്തു. വിവിധ തലങ്ങളിലൊക്കെ ദീർഘകാലം സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്ത, സേവനം ചെയ്ത ഏറ്റവും മുതിർന്ന ആളുകൾ അവരുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ സമയബന്ധിതമായി ലഭ്യമാകണം, നേടിയെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ചാലക്കുടി സബ് ട്രഷറി ഓഫീസിന്റെ മുമ്പിൽ ഈ വെയിലത്ത് ഇവിടെ വന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സർക്കാരിന്റെ ഭാഗമായി അതിന്റെ എല്ലാ മേഖലകളിലും ഞാൻ ഇവിടെ ഇരുന്ന് നോക്കിയായിരുന്നു. എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ച ആളുകളാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. ഒരു സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ജനങ്ങൾക്ക് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അതിന്റെ കയ്യും കാലും കണ്ണും കാടും മൂക്കും ഒക്കെയായി പ്രവർത്തിക്കുന്ന, തീർച്ചയായും സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വഴിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് അധ്യാപകരായാലും മറ്റ് ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരായാലും സർക്കാരിന് വേണ്ടി ജനങ്ങൾക്ക് ആവശ്യത്തിന് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് അവരുടെ ഔദ്യോഗിക ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജീവിതകാലത്തിന് ശേഷം അവർക്ക് കാലാനുസൃതമായി ലഭിക്കേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ യഥാവിധി ലഭ്യമാകുന്നതിന്, അത് ലഭിക്കുന്നതിന്, കൊടുക്കുന്നതിനൊക്കെ അതാത് കാലത്തെ ഭരണകൂടങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും നമുക്കറിയാം, ഇന്നത്തെ ജീവിത കാലഘട്ടത്തില്, ഈ പുതിയ കാലഘട്ടത്തിലെ ജീവിത ആവശ്യത്തിനനുസരിച്ച് പലപ്പോഴും നമ്മുടെ ആനുകൂല്യങ്ങളും നമ്മുടെ അവകാശങ്ങളും കൃത്യമായി ലഭ്യമാകുന്നില്ല എന്നുള്ളത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ അതിന് കാരണമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുമെങ്കിൽ കൂടി യഥാസമയം അതൊക്കെ ബന്ധപ്പെട്ട ആളുകൾക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ട ആളുകൾക്കൊക്കെ ലഭ്യമാകുന്നതിന് പ്രതിഷേധിക്കേണ്ടതും സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്ന് എല്ലാ തലങ്ങളിലുമുണ്ട്. ഔദ്യോഗിക ജീവിത കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും സുതാര്യമായി നന്മ മാത്രം പ്രതീക്ഷിച്ച് മറ്റ് ലാഭേച്ഛകളൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ പ്രവർത്തിച്ച ആളുകളാണ് അവർക്കിടെ ഔദ്യോഗിക ജീവിതകാലത്തിന് ശേഷം, വിരമിച്ചതിന് ശേഷം അവർക്ക് ലഭിക്കേണ്ട, അവരുടെ ജീവിതാവസാനം ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും കൃത്യമായി ലഭിക്കാത്തതിന്റെ ഭാഗമായി ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളിലൊക്കെ പങ്കുചേരേണ്ടി വരുന്നത്. ലഭിക്കുന്നതിന്, നൽകുന്നതിന്, അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനൊക്കെ ഒരുപക്ഷെ ഇതുപോലെയുള്ള പരിപാടികൾ നടത്തിയില്ലെങ്കിൽ കിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ
അടുത്ത 7 ദിവസം നേരിയ ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മധ്യ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ബുധനാഴ്ചയോടെ ഇത് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. തുടർന്നുള്ള 48 മണിക്കൂറിൽ വീണ്ടും ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായി വരും ദിവസങ്ങളിൽ കാലവർഷം സജീവമാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കഴിഞ്ഞ 78 വർഷമായി പോട്ടയിൽ പ്രവർത്തിച്ചു വരുന്ന പോട്ട ഗ്രാമീണ വായനശാല ഡിജിറ്റലൈസ് ചെയ്ത് നവീകരിച്ച് പുതിയ വായനമുറിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 15 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5 മണിക്ക് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. LF ചർച്ച് വികാരി ഫാദർ ടോം മാളിയക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. തുടർന്ന് ആലപ്പുഴ സൂര്യകാന്തി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന കല്യാണം എന്ന സാമൂഹ്യ നാടകം അരങ്ങേറും. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പായി സ്ഥാപിച്ചതാണ് പോട്ട ഗ്രാമീണ വായനശാല. M. രാമൻകുട്ടി മേനോനാണ് സ്ഥാപകൻ. സ്വാതന്ത്ര്യ സമര സേനാനിയായ AV മേനോനാണ് ആദ്യ പ്രസിഡന്റ്. പോട്ടയുടെ സാംസ്കാരിക രംഗത്ത് മഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ വായനശാലയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ വത്സൻ ചമ്പക്കര, പോൾസൻ മേലെപ്പുറം, KL ലൈജൻ, അനിഷ ബിജിത്ത്, അമൃത ലൈജൻ എന്നിവർ അറിയിച്ചു. ശങ്കരകുട്ടി മാസ്റ്റർ ഇന്ന് വേണ്ട കോട്ടയിലെ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ വായനശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് വന്നിട്ടുള്ളവരാണ്. കുറച്ച് കാലഘട്ടം അത് ജീർണാവസ്ഥയിലായിരുന്നു. അതിൻ്റെ പഴകിയ കെട്ടിടവും ആ മുറിയിലെ അസൗകര്യം മൂലം കുറച്ച് ജീർണാവസ്ഥയിലായിരുന്നു. എങ്കിലും ആ ചുരുങ്ങിയ പരിതസ്ഥിതിയും പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിൽ വായനശാലയെ നവീകരിച്ച് പുതിയൊരു വായനാമുറിയിലേക്ക് പ്രവേശിക്കണമെന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാദർ ജോസ് തെക്കേക്കര മേലെപ്പുറം ട്രസ്റ്റ് അതിനു വേണ്ടിയിട്ടുള്ള വായനാമുറി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ചെലവഴിക്കുകയും ആ ട്രസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഒരു 500 സ്ക്വയർ ഫീറ്റ് മുറിയിൽ മേലെപ്പുറം കോംപ്ലക്സിൽ വായനശാല ഒരുക്കുകയും പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുകയാണ് വായനശാല. അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. 692 ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കാണ് ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടറുകൾ നമുക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം നിരവധി ആളുകൾ അഭ്യുദയകാംക്ഷികൾ ഇതിനു വേണ്ടി സഹായ വസ്തുവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കോട്ടയിലെ വ്യാപാരികൾ അവിടേക്ക് വേണ്ട മുഴുവൻ കസേരകളും ഇതെല്ലാം നമുക്ക് വാങ്ങിച്ചു. അതുപോലെ വ്യക്തികൾ, ഫാനുകൾ, റാക്കുകൾ എന്നുവേണ്ട എല്ലാ സൗകര്യങ്ങളും ആ നാട്ടുകാരായിരുന്ന കോടശ്ശേരി കഴിഞ്ഞ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് വാർഷിക പൊതുയോഗം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. 48 വർഷം കിഴക്കൻ മലയോര മേഖലയിൽ സുത്യർഹമായ സേവനം അനുഷ്ഠിച്ചുവരുന്ന ഗ്രൂപ്പ് രക്ഷാധികാരി കൂടിയായ ഡോക്ടർ ജോയ് കട്ടകയത്തെ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജിജി കുന്നേൽ ആദരിച്ചു. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. വർഗീസ് പോറായി, ബെന്നി നമ്പേലിൽ, ഓമന ജോസ് TT ബേബി എന്നിവർ പ്രസംഗിച്ചു. ഞാൻ ഡോക്ടർ ഒരു രോഗിയുടെ കാലമൊക്കെ തൊട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ദീപിക പത്രത്തിൽ കണ്ടു. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഡോക്ടറെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് എന്താണ് സംബന്ധിച്ച ന്യൂസ് വായിച്ചപ്പോൾ അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെ വീടുകളിലൂടെ ഡോക്ടർ പോയി ചെയ്യുന്ന സർവീസ്, അതിനൊരു ടീമുണ്ട്, കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ്. എനിക്ക് സംഭവം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ ഡോക്ടർ രോഗികളെ കാണാൻ പലപ്പോഴും വീടുകളിലേക്ക് പോകും, ഇപ്പോൾ ആര് വിളിച്ചാൽ എപ്പോഴും ചെല്ലുമെന്നുള്ളൊരു ഇത് എനിക്കറിയാം. ഇങ്ങനെയൊരു ഇതിലേക്ക് രോഗികളെ ശുശ്രൂഷിക്കാനും ചികിത്സിക്കാനും അങ്ങനെ അല്ലാതെയും പോകുന്നുള്ളത് പുതിയ അറിവ്. അപ്പം ഞാനത് പള്ളി ഗ്രൂപ്പിലിട്ടു. നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സിൽ ഇപ്പോഴും ഞാൻ പറയും ഞാൻ ഉണ്ടാവില്ല. ആ സമയം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വരാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരെണ്ണം കൂടി കയറി വരുമ്പോൾ നമ്മൾ അവരോട് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് അത് ഇതുപോലെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ എനിക്കൊരു ജൂനിയർ ഡോക്ടർ പോലെ വെച്ചിട്ടൊക്കെ ഞാനത് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാം. പക്ഷെ ആ സെറ്റപ്പ് നമ്മൾ ഇതുപോലത്തെ സെറ്റപ്പിൽ അത് അങ്ങോട്ട് വിജയിക്കണില്ല. ഇതിപ്പോൾ ഞാൻ ഒരു ജൂനിയർ ഡോക്ടർ വെച്ചു, കുറേ അത് നമ്മളെല്ലാ ഹോസ്പിറ്റലിലും കാണുന്ന പോലെ കുറേ ഡോക്ടറും സ്റ്റാഫും ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ ചെയ്യണ ഒരു ജനകീയത്വം വിട്ടുപോകും. ഏത് പബ്ലിക്കിനെ അതിനെ പറ്റിയുള്ള ഇപ്പോൾ കുറേ ആളുകളുടെ മനസ്സിൽ ഞാൻ ഡോക്ടർ ഞങ്ങളുടെ സാറ് എന്നുള്ള അഭിപ്രായമുണ്ട്. കുറെ കഴിഞ്ഞാൽ അത് ശത്രുതയും അയാൾ നമ്മളെ കത്തിവെച്ച് അല്ലെങ്കിൽ ആ ഡോക്ടറെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്നുള്ള തോന്നൽ വരുമ്പോഴേ അങ്ങനെ വരാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാളും ഞാനിപ്പോഴും വിചാരിക്കുക എപ്പോഴും ആ ഒരു ജനകീയ മുഖത്തോട് നിൽക്കാൻ പറ്റുന്നത് അതൊരു ദൈവാനുഗ്രഹമാണ്. പിന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എനിക്ക് 45-47 വർഷം മുമ്പ് കിട്ടിയൊരു ദൈവവിളി പോലെയാണ്. ഇതുപോലെ ഒരു ഗ്രാമം ആർക്കും അല്ല, പൊതുവെ ഡോക്ടേഴ്സ് ഇല്ലാത്ത നമ്മളെ ജനകീയ എന്താ പറയുക ഒരു
ഡോക്ടേഴ്സിന് ഒരു അറ്റൻഷൻ കിട്ടാത്ത നമ്മൾ എത്രയോ പേര് വലിയ വലിയ ഹോസ്പിറ്റലുകളുണ്ട്, വലിയ തുകകളുണ്ട്. പക്ഷേ ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ അച്ഛനാണെന്ന് ഞാനിപ്പോൾ വിചാരിച്ചത് അച്ഛൻ എന്താ ഉണ്ടാവുമെന്നാ പനിയായിട്ട് അച്ഛൻ 9-10 മണിയായപ്പോൾ കാണുമ്പോൾ നല്ല പനിയാണ്. ശരിക്ക് ഞാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുത്താലോ അല്ലെങ്കിൽ ട്രെയിനിലേക്ക് ഇരിക്കുമ്പോൾ വിറച്ചു. ഈ ട്രെയിനിൽ AC അല്ലെങ്കിൽ തണുത്ത കാറ്റും കൂടി വരുമ്പോൾ ആകെ പച്ചക്കടവും അല്ല. അപ്പം എന്നിട്ട് ഞാൻ അച്ഛൻ എന്തോ 2 ഗുളി എടുത്ത് കൊടുത്ത് അച്ഛൻ പറഞ്ഞില്ല 2 ഗുളി എടുത്ത് സുഖിലും പറയും. അത് എനിക്ക് ദൈവം തന്നൊരു സിദ്ധി പോലെ ഞാൻ ഇപ്പോഴും മനസ്സിൽ കാണുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഒരു ഫാർമസിസ്റ്റിനെ വെച്ചിട്ട് നമ്മൾ വലിയ ഹോസ്പിറ്റലിൽ കാണുന്ന പോലെ അവിടെ ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങിക്കാൻ പിടിക്കാമെന്ന് പറഞ്ഞില്ല. ഞാൻ എൻ്റെ കൈകൊണ്ട് തപ്പി കുറയ്ക്ക് അവിടെ നിന്ന് 2 ഗുളി എടുത്ത് കൊടുക്കും. പക്ഷെ മുഴുവൻ തീർക്കാനും കൈകാര്യം പറ്റില്ല. പക്ഷെ നിങ്ങൾ ജോസേട്ടൻ അപ്പം തന്നെ വിളിച്ച് അതിനൊരു നന്ദി എന്നോട് പറഞ്ഞില്ല. അപ്പോ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ. 4 മെമ്പർമാരുമായിട്ടാണ് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ആരംഭിച്ചത്. അപ്പോൾ 1 വർഷം പൂർത്തീകരിക്കുമ്പോൾ 10 മെമ്പർമാരായി. വളരെ നിശബ്ദമായിട്ടുള്ള ഒരു സാമൂഹ്യ സേവന പ്രവർത്തനമാണ് ഇന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഈ 1 വർഷത്തിനുള്ളിൽ തന്നെ നാടിൻ്റെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ പൊതുകാര്യങ്ങളിലൊക്കെ ഇടപെടാനായിട്ട് കാരുണ്യ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോസേട്ടൻ്റെ പ്രസിഡൻ്റായിരിക്കും എല്ലാ ദിവസവും ജോസേട്ടന് നാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കണ്ടെത്തുകയും അതിൽ നിരന്തരമായൊരു ഇടപെടൽ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും മിക്കവാറും തന്നെ ജോസേട്ടൻ്റെ ഒരു മെസ്സേജ് ഉണ്ടാവാറുണ്ട്. ഓരോ വിഷയവും പ്രത്യേകിച്ച് വ്യക്തിപരമായ കാര്യങ്ങളല്ല, അത് സമൂഹവുമായി ബന്ധപ്പെട്ട നാടിൻ്റെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി നിരവധി ഇടപെടലും കത്തിടപാടുകളും നിവേദനങ്ങളും ഒക്കെ നടത്താറുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് മാനേജർക്ക് അപേക്ഷ കൊടുത്തു. അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാനും അതിനൊരു കത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ അവിടെ ഒരു പുതിയ ATM അനുവദിച്ച് തന്നിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു തുടങ്ങിയിട്ടില്ല. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അതുപോലെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ പോലും അതിൻ്റെ ഊഷ്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പോകുന്നത്. ഒത്തിരിയേറെ അനുഭവസമ്പത്ത് നമുക്ക് നേടാൻ കഴിയുമെന്നാണ് ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് വാർഷിക പൊതുയോഗത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ചാലക്കുടി MLA കലാകാരന്മാരുടെ സംഘടനയെ തരംഗ ചാലക്കുടിയുടെ നേതൃത്വത്തിൽ കലാഭവൻ നവാസ് അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് കലാഭവൻ ചെയ്യൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭ കൌൺസിലർ VJ ജോജി ഉദ്ഘാടനം ചെയ്തു. നവാസിനൊപ്പം ദീർഘകാലം കലാരംഗത്ത് പ്രവർത്തിച്ച കലാഭവൻ മെന്നി അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർഡ് കൌൺസിലർ TD എലിസബത്ത് പീറ്റർ കലാഭവൻ ജോബി, സെക്രട്ടറി കലാഭവൻ സുധി, ഗായകൻ സുധീഷ് ചാലക്കുടി, ഡോക്ടർ KO ജോസഫ്, PM അസിസ്, മായ ശശികുമാർ, ഡോക്ടർ സുനിൽ കുമാർ, ധനുഷ വിഷ്ണു തുടങ്ങിയവർ പ്രസംഗിച്ചു. നവാസിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് മറ്റുള്ളവരിലേക്ക് പകർത്തുവാൻ ഇപ്പോഴും ശ്രമിച്ചിരുന്ന ഒരു കലാകാരൻ കൂടിയാണ്. ഇന്നിപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് ഈ തരംഗൻ്റെ നമ്മുടെ ഈ അനുസ്മരണത്തിന് പോയിരുന്ന സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച അവരെ യാത്രയാക്കിയ ആ സ്ഥലത്തോടെ കടന്നു പോകുന്നപ്പോൾ പെട്ടെന്ന് ചങ്കുന്നു പെണ്ണുപോയി. മറ്റൊന്നുമല്ല, അന്ന് ആ പരിസരം മുഴുവനും ആളുകളെ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന സ്ഥലം, അവർ യാത്രയാക്കാൻ അടുത്ത സഹപ്രവർത്തകർ എല്ലാവരും വന്നിരുന്ന സ്ഥലം. അതുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണ് ഈ ഇരിക്കുന്നവരെല്ലാം. ഈ 4 പേരും കലാഭവനിലെ കുടുംബാംഗങ്ങളാണ്. കലാഭവൻ ജയനും, കലാഭവൻ പീറ്ററേട്ടനും, കലാഭവൻ ബെന്നിച്ചേട്ടനും, അതോടൊപ്പം തന്നെ ജോബിയും, ഇതെല്ലാം ഇവർക്കും വളരെ ആത്മബന്ധമുണ്ട്. നമുക്ക് സിനിമയിലൂടെയും മറ്റു മിമിക്രികളിലൂടെയും എല്ലാം നമുക്ക് വളരെയേറെ ആത്മബന്ധമുള്ള വ്യക്തിയാണ് കലാഭവൻ നവാസ്. എനിക്ക് തോന്നുന്നു പീറ്ററേട്ടന് കഴിഞ്ഞ 2 വർഷം മുൻപാണ് ചാലക്കുടി ലയൺസ് ഹാളിൽ വെച്ച്
ഒരു ആദരവ് നൽകിയപ്പോൾ അന്ന് അദ്ദേഹം എത്തിച്ചേരുകയും നമ്മുടെ ചടങ്ങിൽ പങ്കാളിയാവുകയും ചെയ്തു. ചാലക്കുടി നഗരസഭ കുടുംബശ്രീ CDS ചലനം പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാമ്പത്തിക വികസന ഉപസമിതി അംഗങ്ങളുടെ സംഗമം നടത്തി. രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ 36 ADS കമ്മിറ്റികളിൽ ഉൾപ്പെട്ട 400ഓളം അയൽക്കൂട്ടങ്ങളിലെ സെക്രട്ടറിമാരുടെ സംഗമമാണ് ഒരുക്കിയത്. അയൽക്കൂട്ടം മൈക്രോ ഫിനാൻസ് കൺവീനർമാരുടെ സാമ്പത്തിക സാക്ഷരത, രജിസ്റ്റർ കീപ്പിംഗ് കപ്പാസിറ്റി എന്നിവ വർദ്ധിപ്പിച്ച് CDS സംവിധാനത്തിന്റെ സാമ്പത്തിക സുതാര്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യമാണ് സംഗമം കൊണ്ട് ലക്ഷ്യമിടുന്നത്. MLA സനീഷ് കുമാർ ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. തൃശൂർ ജില്ലാ മിഷൻ ADM C രാധാകൃഷ്ണൻ, സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ നിഷാദ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV പോൾ, പ്രീതി ബാബു, ദീപു ദിനേശ്, UDF ലീഡർ ബിജു S ചിറയത്ത്, മുൻ ചെയർപേഴ്സൺമാരായ എബി ജോർജ്, ആലി ഷിബു, വാർഡ് കൌൺസിലർ നിത പോൾ, CDS ചെയർപേഴ്സൺ സുവി ഷാജി, വൈസ് ചെയർപേഴ്സൺ ജോമോൾ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി ഉൾനാടൻ മേഖലകളിൽ ഉപജീവനാർത്ഥം മത്സ്യബന്ധനം നടത്തിയ മത്സ്യകർഷകർക്ക് ഫൈബർ ചെറുവള്ളങ്ങൾ വാങ്ങി നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അങ്കമാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അങ്കമാലി മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചാലക്കുടി നഗരസഭ കുടുംബശ്രീ CDS ചലനം പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാമ്പത്തിക വികസന ഉപസമിതി അംഗങ്ങളുടെ സംഗമം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സബ് ട്രഷറിക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാനത്ത് വീണ്ടും കുറഞ്ഞ സ്വർണ്ണവില 75,000-ൽ താഴെയെത്തി. കഴിഞ്ഞ 78 വർഷമായി പോട്ടയിൽ പ്രവർത്തിച്ചു വരുന്ന പോട്ട ഗ്രാമീണ വായനശാല ഡിജിറ്റലൈസ് ചെയ്ത് നവീകരിച്ച് പുതിയ വായനമുറിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 15-ന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.